ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി യേശുപ്പച്ചനും പരിശുദ്ധ അമ്മ മാതാവിനും. നന്ദി, സ്തുതി, ആരാധന, മഹത്വം, കൃതജ്ഞത കോടാനുകോടി അർപ്പിക്കുന്നു. എൻ്റെ പേര് അൽഫോൻസ, എൻ്റെ മോള് റെയ്ന സോനു. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ് അഹമ്മദാബാദിൽ. ഞാൻ അവിടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ട് ഒരു കോർപ്പറേറ്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു 350 നേഴ്സസ് എൻ്റെ അണ്ടറിലുണ്ട്. ഞാൻ അവർക്കെല്ലാവർക്കും ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉടമ്പടിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2019 മാർച്ച് 4 ആണ്. ഉടമ്പടി ഞാൻ അറിഞ്ഞത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയിൽ നിന്നാണ്. ആ ചേച്ചി, ഞാൻ വളരെ എൻ്റെ മോളെക്കുറിച്ച് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനത്തിൽ ഉടമ്പടി എന്ന ഒരു സംഭവമുണ്ട്, അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അത് പോയി എടുത്താൽ ദൈവം മാതാവും ഒത്തിരി നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ മാർച്ച് 3 ഞാൻ അറിയുന്നു ഉടമ്പടിയെക്കുറിച്ച്. മാർച്ച് 4 വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും മോളും ഇവിടെ എത്തി. അന്ന് മോൾക്ക് 11-12 വയസ്സുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. കാരണം 1.5 വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമമായിരുന്നു. അവൾ ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് സഹിക്കുക വയ്യായിരുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ ബോത്ത് പാരൻസ് മീറ്റിങ്ങിന് വരും, ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ വരാറുള്ളൂ. അപ്പോൾ കൊച്ചു ചോദിക്കും, വൈകിട്ട് വരുമ്പോൾ മമ്മ എന്നെ മോള് അമ്മാന്ന് എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത് സങ്കീർത്തനം 91 ഒരു ദിവസം ഒരു വാക്ക് വെച്ച് ഞാൻ കൊച്ചിനെ അത് പഠിപ്പിച്ചു. കൊച്ച് ശരിക്കും സംസാരിക്കാറായപ്പോൾ സാം 91 ഫുൾ ബൈ ഹാർട്ടായി. അത് കഴിഞ്ഞിട്ട് സാം 23 അതും ഞാൻ പഠിപ്പിച്ചു. സാം 121 അതും കുഞ്ഞിനെ പഠിപ്പിച്ചു. 3 ബൈ ഹാർട്ടായി. ഞാൻ പറഞ്ഞു, മോളുടെ പപ്പ യേശുപ്പച്ചനാണ്, മോള് ഇത് വെച്ച് പ്രാർത്ഥിക്കുക, മോളുടെ എല്ലാ ദുഃഖവും മാറ്റും, അമ്മ മാതാവിനെ മുറുകെ പിടിക്കുക. മുട്ടുകുത്തി കുഞ്ഞ് തിരി കത്തിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു 3 വയസ്സ് മുതൽ ജപമാല പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷമങ്ങൾ വരുന്നത്. അവളുടെ മനസ്സ് എന്നോട് തുറന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സഹിക്കുക വയ്യ കൊച്ചു പറയുമ്പോൾ. അങ്ങനെ ഓടിച്ചാടി ഒരു കാന്ത ആകർഷിക്കുന്നത് പോലെയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി കേൾക്കുമ്പോഴുള്ള എനിക്കുണ്ടായ ഒരു അട്രാക്ഷൻ. കൊച്ചിനെ വിളിച്ചിട്ട് വെളുപ്പിന് ഫ്ലൈറ്റിന് കയറി ഓടി വന്നു. ഇവിടെ വന്നപ്പോൾ വൈകിട്ട് 6 മണിയായി. ഞങ്ങൾ അപ്പം ഭയങ്കര ഉന്തും തള്ളും. ഞാനും കൊച്ചും മറ്റുള്ളവരുടെ ഫോഴ്സ് കാരണമാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ നടന്നല്ല വന്നെന്ന്. നടക്കാനുള്ള സ്ഥലമില്ല, ഒരു ഇട പോലുമില്ല. ഏതോ ഒരു വ്യക്തിയിലൂടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഉടമ്പടി എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മാർച്ച് 4 ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ വർഷം 2025 ഫെബ്രുവരിന് കൊച്ചിന് 18 വയസ്സായി. അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ ഒത്തിരി പേരെ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ വീട്ടുകാരെ ചേച്ചിമാരെ ഉടമ്പടി എടുപ്പിച്ചു. എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഇന്നും. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത്. ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും നടന്നില്ല. അപ്പം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഇത് മാംസമായി ധരിച്ചു. അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
വെസ്റ്റ് ആഫ്രിക്ക കോങ്കോ കിൻഷാസ എന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ വേക്കൻസി ഉണ്ട്. 1000 ബെഡിൻ്റെ ഹോസ്പിറ്റലാണ്. 550 നഴ്സുമാരുണ്ട്. അപ്പോൾ ഇവരെ ലീഡ് ചെയ്യുക, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ വിതിൻ 2 വീക്സ് എനിക്ക് വിസ വന്നു, ഇമിഗ്രേഷൻ ശരിയായി, എല്ലാം ടൈം ഷോർട്ടനിങ്. അച്ഛൻ കൃപാസനം അച്ഛൻ പറയുന്നത് പോലെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിതിൻ 2 വീക്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനത് അങ്ങനെ വിതിൻ 1 മന്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ പോവുകയും ചെയ്തു, എൻ്റെ കുഞ്ഞിൻ്റെ അനുവാദത്തോടെ. അന്ന് വരെ ഞങ്ങൾ ഒരിക്കലും അകന്നും ജീവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കോൺവെൻറ്റ് സ്കൂളിൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ പോയത്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര വിഷമം, എന്നെ കാണണമെന്നുള്ളത്, എനിക്കും അവളെ കാണണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടുത്തെ സിഇഒനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, ഇല്ല, ഫാമിലിയെ അനുവദിക്കില്ല. ഐ സെഡ് നോ, ഐ വാണ്ട് ടു ഗോ, ഐ ഷുഡ് ഗോ, ഐ വാണ്ട് ടു ബ്രിങ് മൈ ഡോട്ടർ, ദെൻ ഓൺലി ഐ ക്യാൻ കണ്ടിന്യൂ മൈ വർക്ക് ഓവർ ഹിയർ. അങ്ങനെ പറഞ്ഞ് ഞാൻ 1 മന്ത് ലീവ് എടുത്ത് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇപ്പം നമ്മൾ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് മെയിൽ, കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സിഇഒയുടെ മെയിൽ വരണം. മെയിൽ ഇവിടെ വന്ന് 20 ദിവസമായി, 15 ദിവസമായി മെയിൽ വരുന്നില്ല. പിന്നെ ഒരു 10 ദിവസത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ ഈ അൾത്താരയിൽ കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛ ഇതാണ് സംഭവം. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാക്ഷി പറയാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ എത്തുന്നതിന് മുൻപേ എനിക്ക് മെയിൽ വന്നു, യുവർ ഡോട്ടർ യു ക്യാൻ ബ്രിങ്, പെർമിഷൻ ഈസ് ഗ്രാൻഡഡ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇന്ന് ഞങ്ങൾ ചെന്നു, നാളെ ലോക്ക്ഡൗൺ പ്രാപിച്ചു കോവിഡ് കാരണം. അപ്പം ലോക്ക്ഡൗൺ 6th മന്തിൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലൈറ്റ് എല്ലാം ബന്ധായി. അപ്പോൾ അത് ഭയങ്കര ഒരു മഹാ അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അന്ന് ചെന്ന് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ആ കറക്റ്റ് മോമെൻറ്റിൽ ടൈം ഷോർട്ടനിങ് ചെയ്ത് മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഞാനും കുഞ്ഞും അവിടെ എത്തി. കുഞ്ഞിനവിടെ 9th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുത്തു പഠിക്കാൻ. അങ്ങനെ പഠനം തുടങ്ങി. പിന്നെ കോവിഡ് കുറേ ആയി. ഇപ്പം ഒത്തിരി ഇന്ത്യൻസ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറേ പേര് മരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വന്നു. 2021 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ 2 സിസ്റ്റേഴ്സ് ഈ അൾത്താരയിലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കും കുഞ്ഞിനും ഒരു നന്മ നിറഞ്ഞ മറിയം ഈ അൾത്താരയിൽ കയറി ചൊല്ലാനുള്ള ഭാഗ്യം തരണമേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു, ആഗോള ജെറിക്കോ പ്രെയർ ഇവിടെ നടത്താൻ പോകുന്നു. പല പല ഭാഷകളിൽ ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറിൽ ബന്ധപ്പെട്ടു. എന്നെ മോളെ അവർ വിളിച്ചു. ഞങ്ങളിവിടെ ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് 4 ഭാഷകളിൽ 212 നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞാൻ ചൊല്ലി. ഞാനും മോളും ഒരു നന്മ നിറഞ്ഞ മറിയമാണ് ഞാൻ ചോദിച്ചത്, ഒരു പരിശുദ്ധ മറിയമാണ് ഞാൻ ചോദിച്ചത്. അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും, നിങ്ങൾക്ക് യൂട്യൂബിൽ ചോദിച്ച് അടിച്ച് നോക്കിയാൽ അറിയാം, 2021 ആഗോള ജെറിക്കോ പ്രാർത്ഥനയിൽ 212 നന്മ നിറഞ്ഞ മറിയും പരിശുദ്ധ മറിയും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞങ്ങൾ പല ഭാഷകളിൽ ചൊല്ലി. ഫ്രഞ്ച് അറിയാമോ? കൊന്ത ചെല്ല അറിയാമോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഫ്രഞ്ച് കുറച്ച് അറിയാം സംസാരിക്കാൻ, പക്ഷെ കൊന്ത ഞങ്ങൾ ഇതുവരെ ചൊല്ലിയിട്ടില്ല. അപ്പം എന്നോട് കൊച്ചിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഫ്രഞ്ച് ആദ്യം ചൊല്ലിക്കോ. അപ്പം ഞാൻ പറഞ്ഞു, ഫ്രഞ്ചോ? അപ്പം ഞങ്ങൾ വേഗം യൂട്യൂബിൽ നോക്കി ഫ്രഞ്ച് കൊന്ത എഴുതിയെടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫ്രഞ്ച് ചൊല്ലി. ഫ്രഞ്ച് ജപമാല ചൊല്ലി പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ VP ജോസഫ് അച്ഛൻ, ഈ 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ജോസഫ് അച്ഛൻ ഞങ്ങളോട് പറയാണ്, കൊള്ളാം മക്കളേന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ കൊച്ചിന് എനിക്കും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. അച്ഛൻ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞല്ലോ, അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ ഞങ്ങൾ ജപമാല ചൊല്ലി
ഇവിടെ അമ്മയ്ക്ക് കാഴ്ച വെച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്നു. അന്നത്തെ വ്യൂ തന്നെ 55,000 പീപ്പിളായിരുന്നു ആ വീഡിയോ കണ്ടത്. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോൾക്ക് പപ്പയില്ലാത്തതിൻ്റെ വിഷമം. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എൻ്റെ മോളെ കൂടെ പൊതിഞ്ഞ് ഈശോ അമ്മയുടെ തിരുഹൃദയത്തിൽ ഈശോയോട് ചേർത്ത് പിടിച്ചാണ് നടത്തിയിരിക്കുന്നത്. ഈ നിമിഷം വരെ വിശുദ്ധിയിൽ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ എൻ്റെ മോളെ അമ്മ മാതാവ് ഇന്നും യേശുവിനെ പഠിപ്പിച്ചതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ എൻ്റെ മോളെ വിശുദ്ധിയിൽ വളർത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് പലതവണ ഞങ്ങളുടെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാ ഫോട്ടോ, ഒന്നല്ല പലതവണ. ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. പണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ഒരു ഫാനാണ്. ഇന്ന് എന്നെ വിളിക്കുന്നത് മരിയൻ മിഷണറി എന്നാണ്. ഞാൻ ഇവിടുന്ന് ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പത്രങ്ങൾ കെട്ടുകളായി വാങ്ങി നോർത്ത് ഇന്ത്യൻ ഗുജറാത്തികളുടെ ഇടയിൽ ഗുജറാത്തി പത്രവും ഹിന്ദി പത്രവും കൊങ്കൺസിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രവും വിതരണം ചെയ്ത് ഒരു യേശുവിനെ അറിയാത്തവരെ അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും അറിയാത്തവരെ അറിയിച്ചു കൊടുത്തും യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ സാക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഭയങ്കര പൊളിറ്റിക്സാണ്. അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 നമ്മുടെ ബഹുമാനപ്പെട്ട 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ഡോക്ടർ VP ജോസഫ് അച്ഛൻ ഇങ്ങനെ ആരാധനയിലൂടെ പറയുന്നു. ജനസിസ് 3:15, ഉൽപ്പത്തി 3:15 നീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ മേൽ കുതികാൽ പരിക്കേൽപ്പിക്കും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയണു. അപ്പോൾ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കെതിരായിരുന്ന് സംസാരിച്ച എല്ലാ ആൾക്കാരെയും അമ്മ മാതാവ് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ദൂരെ ജോലി അവർക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് അവർ റിസൈൻ വെച്ച് വേറെ ഓർഗനൈസേഷനിൽ മാറ്റി താമസിപ്പിച്ചു, ജോലി കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി എന്നെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിച്ചു. തന്നെയല്ല, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും എനിക്ക് ആസ് എ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എനിക്ക് ഫുഡ് കൊടുക്കണോ മെഡിസിൻ കൊടുക്കണോ ഒന്നും വരുന്നില്ല. എൻ്റെ നഴ്സുമാർ ചെയ്തോളും. പക്ഷേ ഞാൻ എവരുടെ 80, 90, 100 പേഷ്യൻസിനെ ഡെയിലി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സംഗതി, ചിലപ്പോൾ ഫീഡിങ് ആയിരിക്കും, സൂപ്പൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചായിരിക്കും. നഴ്സുമാർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകും ചിലപ്പോൾ. അപ്പം ഞാൻ അതെടുത്ത് കൊടുക്കും. അപ്പോൾ അവർ പറയും, അയ്യോ മേഡം എടുക്കല്ല, ഞങ്ങൾ കൊടുത്തോളാം. അയ്യോ മേഡം കൊടുക്കല്ലേ. ഞാൻ സെഡ് നോ, ഞാൻ ആം എ മരിയൻ മിഷണറി, ഐ ഹാവ് ടു ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഒത്തിരി. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ NIBH അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു, മാതാവേ ഈ NIBH അസസ്മെൻറ്റിൽ സങ്കീർത്തനം 92:10 അവിടുന്ന് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പ് ഉയർത്തി നിർത്തണമേ, അവിടുന്ന് പുതിയ തൈലം എൻ്റെ മേൽ ഒഴിക്കണേ. അങ്ങനെ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചു. 92 നോൺ കംപ്ലൈൻസിൽ ആകെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 നോൺ കംപ്ലൈൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാതാവ് ഞങ്ങളെ വലുതാക്കി ഉയർത്തി. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ നീരവ് പഞ്ചാനി, ആ ഡോക്ടർ സൈക്ലിംഗ് ചെയ്തപ്പം പട്ടി മുൻപിൽ വന്ന് സൈക്കിൾ വീണ് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ആയി, ഹെഡ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ബെഡിൻ്റെ ചുറ്റുമിട്ട് മാതാവിൻ്റെ ഒരു രൂപം തലയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം 45 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ 53ാമത്തെ ദിവസം ഹെൽത്തി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി.
ഇപ്പോൾ അദ്ദേഹം സംസാരിക്കും, ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തകരായിട്ട് സ്ട്രീറ്റിലെ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ അവരുടെ ഇടയിൽ അവർ 350-400 പേരുണ്ടാവും. നമ്മുടെ 2022, 23, 24 ഈ വർഷങ്ങളിൽ മൊത്തം ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ ഇടയിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി യേശുവിനെ പ്രഖ്യാപിക്കും. ഞാൻ അവിടെ യേശുവിൻ്റെ ബർത്ത്ഡേ ആണ്, യേശുവിനെ കുറിച്ച് പറയും, മാതാവിനെ കുറിച്ച് പറയും, എങ്ങനെയാണ് യേശു വന്നത്, യേശുവാണ് ഏക രക്ഷകൻ എന്ന് അവരുടെ ഇടയിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാറുണ്ട്. ഈ വർഷം ഞാൻ അത് ചെയ്യും. ഉടമ്പടി എടുത്തേ പിന്നെ 22, 23, 24, 25 ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അന്നേ ദിവസം അവധിയെടുത്ത് അവിടെ നിന്ന് ഇവിടെ വരും. നാളെയും പങ്കെടുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അമ്മ വഴി യേശു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി, സ്തുതി, ആരാധന, മഹത്വം, ഹാലേലുയ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ നിത്യസ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നെ കേൾക്കുന്ന നിങ്ങളിലും ഞങ്ങളിലും നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളിലും ജോസഫ് അച്ഛനിലും ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളിലും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം നിർത്തുന്നു. ഇനിയും ഞാൻ വരും സാക്ഷ്യം പറയാൻ. ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആഫ്രിക്കയ്ക്ക് പോയി. അപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആയ കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, യേശുവിനെ സ്വീകരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ല. അമ്മേ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യേണ്ടത് ഭയങ്കര. അപ്പം ഈ എന്നോട് പറയാണ്, അമ്മയ്ക്ക് പ്രാന്തുണ്ടോ? ലോക്ക്ഡൗൺ ആയ സമയത്ത് ആരെങ്കിലും പള്ളി തുറന്ന് അമ്മയ്ക്ക് യേശുവിനെ തരുമോ? അങ്ങനെ പറഞ്ഞു. ഇവിടെ എന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടി, മാതാവ് തരും നമുക്ക്. അങ്ങനെ ഇരിക്കെ 11 മണിയായപ്പോൾ ഏതോ ഒരു അച്ഛൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 10 ഓസ്തി കൊടുത്ത് വിട്ടിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സൂപ്പറിനെ കൊടുക്കാൻ പറഞ്ഞ്. എൻ്റെ മാതാവേ, ഇതിലും വലിയ അത്ഭുതം എന്തോ ഉള്ളേ. സ്വപ്നത്തിൽ ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പകല് 11 മണിയായപ്പോൾ ഇതാ യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞ് ഏതോ ഒരു അച്ഛൻ നഴ്സിംഗ് സൂപ്പറിന് കൊടുക്കാൻ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചേക്കണു 10 ഓസ്തി. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, ഒരു മനസ്താപ പ്രകരണം, ഒരു വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവ് ജപമാല ചൊല്ലിയിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവിൻ എഴുതി വെച്ചിരിക്കുക. ഇന്നും അറിയില്ല അച്ഛൻ ഏതാന്ന്. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. ഞങ്ങൾ എന്നിട്ട് പരിശുദ്ധ കുർബാന ഉപയോഗിച്ചത് അവിടെയുള്ള 550 നേഴ്സസ് ഉണ്ടല്ലോ, അവിടുത്തെ ആഫ്രിക്കൻ നേഴ്സസിനെയും മലയാളി നേഴ്സസിനെയും ഇന്ത്യൻ നേഴ്സസിനെയും ക്രിസ്ത്യൻസിനെയും എല്ലാവരും വിളിച്ചു കൂട്ടി. അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി. ഈ ജപമാല ചൊല്ലി കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ ആ കുറിപ്പിൽ ഇട്ടതുപോലെ തന്നെ മനസ്താപ പ്രകരണം ചൊല്ലി, വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ ജപമാല ചൊല്ലി, തിരി കത്തിച്ച് വെച്ച് 2 തിരിയും, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞാനാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് തിരുവോസ്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഞ്ഞിയും പയറും ചമ്മന്തിയും കൊടുത്തു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് ഇപ്പോഴും ചിന്തിക്കുമ്പം കോരിത്തരിക്കുക. ഭയങ്കര അത്ഭുതം. എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വന്നു. അന്ന് ആഫ്രിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവർ മെഡിസിൻ കഴിക്കില്ല. ബൈബിള് എല്ലാവരുടെ തലവരുടെ അടിയിലുണ്ടാവും. അപ്പോൾ ബൈബിള് വെച്ചിട്ട് ഈ മെഡിസിൻ അവർ താഴെ ഇടും. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ മെഡിസിനും കഴിക്കാൻ തുടങ്ങി, ബൈബിളും പ്രോപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി. അമ്മയിൽ വിശ്വാസമില്ലാതിരുന്ന എല്ലാവരും അമ്മയിനെ വിശ്വസിച്ച് ജപമാല ചെല്ലാൻ തുടങ്ങി. യെശയ്യാ 54:13 കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, അൽഫോൻസ ഗുജറാത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്നവരെ പരിശുദ്ധമ്മ കൈവിടാതെ താങ്ങിക്കൊണ്ട് നടക്കുന്നതിനെക്കുറിച്ചാണ്. തൻ്റെ മോൾക്ക് അപ്പനില്ലാതെ ഇരുന്ന വിഷമങ്ങളിലെല്ലാം സങ്കീർത്തനം 91 ഓരോ വാക്കുകളും പറഞ്ഞു പഠിപ്പിച്ചു. അവളെ തൻ്റെ ഈശോയാണ് തൻ്റെ പിതാവെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഒരമ്മ ചെയ്തു കൊടുത്തതാ. അങ്ങനെ കുഞ്ഞിനെ ധൈര്യപ്പെടുത്തി നിൻ്റെ ഈശോയാണ് നിൻ്റെ പിതാവെന്ന്. അങ്ങനെ ആ കുഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എന്നാൽ അമ്മയാകട്ടെ ഓരോ മേഖലകളിലും
ഉയർന്നുയർന്നു വരികയാണ്. ആദ്യമെല്ലാം മാതാവിൻ്റെ ഫാനായിരുന്നു. പിന്നീടോ മരിയൻ മിഷണറിയായി. ഇതാ അമ്മ കൊടുക്കുന്നത്. മരിയൻ മിഷണറി ആയപ്പോൾ അമ്മ വച്ചടി കയറ്റമാണ് കൊടുക്കുന്നത്. എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ. ആഫ്രിക്കയിലാണ് താമസം. എനിക്ക് സാധിക്കുന്നില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞു കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഒരു രാത്രി 3 മണിക്ക് എണീറ്റാണ് പ്രാർത്ഥിക്കുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് പരിശുദ്ധ കുർബാന കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു വൈദികൻ 10 ഈശോയുടെ ശരീരം കൊടുത്തു വിടുകയാണ്. അതവർ മനസ്താപ പ്രകടനം ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയും അവിടെയുള്ള നേഴ്സന്മാരെ കൂടി വിളിച്ചുകൂട്ടി അവർക്ക് ഒരു ഓസ്തി എടുത്ത് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് കൊടുത്തു. അങ്ങനെ അവർക്ക് ആ 10 ഓസ്തി തീരുന്നത് വരെ പരിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിക്കാൻ വലിയ അനുഗ്രഹം കിട്ടി. ഇതാ പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ജപമാല ഓരോ മണികളും ചൊല്ലുമ്പോൾ നമ്മൾ അമ്മ മാതാവിൻ്റെ കയ്യിൽ പിടിക്കും. എന്നാൽ ജപമാല ചൊല്ലിത്തീരുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കും. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ്. അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയാണ് ഇവർക്ക്. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിലാണ് നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാതം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. യേശുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.